ഹലോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യമേ സാധാരണ ആൾക്കാർ പറയാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്നായിരിക്കും അല്ലേ? ഇപ്പോൾ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി യൂട്യൂബേഴ്സ് ഉണ്ട് അല്ലേ? മോട്ടിവേഷണലായിട്ടും മറ്റ് കിച്ചൺ സീക്രട്ടായിട്ടും പാചകം, അങ്ങനെ ഒത്തിരി 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 പെറ്റ്സിൻ്റെതാണെങ്കിലും ഒത്തിരി വെറൈറ്റീസ് ഓഫ് യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മുടെ ഫോണിൽ ഇപ്പോൾ സെർച്ച് ചെയ്താൽ കിട്ടും. നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അതിലൊരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മുടെ സിംഗിൾ ബോബൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുണ്ട്. വെരി എന്താ പറയുക, വെരി ഹൈ മോട്ടിവേഷണലാണ്. വെരി സിമ്പിളാണ് ആൾ. സിമ്പിളായിട്ടുള്ള ആൾ. നിങ്ങൾ കുറേ പേർക്ക് അത് കണ്ടു കാണുമായിരിക്കും. ഇല്ലെങ്കിൽ അത് കാണണം കേട്ടോ. സിംഗിൾ ബോബൻ എന്ന് അടിച്ചു കൊടുത്താൽ കിട്ടും. കാരണം ഒത്തിരി ഒത്തിരി നല്ല മോട്ടിവേഷനാണ്. സിമ്പിളായിട്ട് പറഞ്ഞ് ഒത്തിരി കോമഡി ആയിട്ടും ഒത്തിരി സെൻസിറ്റീവായിട്ടും എന്നാൽ കുറേ ഉപദേശങ്ങളായിട്ടും നമുക്ക് എന്താ പറയുക, ഹൈലി മോട്ടിവേറ്റീവാണ്. ഞാനിപ്പോൾ ഒത്തിരി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മിക്സർ എന്ന രീതിയിൽ കോമഡിക്ക് കോമഡിയുണ്ട്, ചിന്തിക്കാനുള്ളതുണ്ട്. അത് പറഞ്ഞു തരുന്ന ആ വേ ഓഫ് കൺവേയിങ് ബെസ്റ്റായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കേട്ടിരിക്കാൻ അടിപൊളിയാണ്. കാരണം ഇപ്പോൾ ഉള്ള വീഡിയോസ് ഒക്കെ കേട്ടാൽ നമുക്ക് അത്രയും അങ്ങ് തോന്നത്തില്ല. പക്ഷേ ആദ്യം തൊട്ടേ കാണുന്നവർക്കത് സൂപ്പറായിട്ട് തോന്നും. കാരണം ആദ്യം ഇട്ട വീഡിയോസിലൊക്കെ ഒത്തിരി കോമഡികളും പുള്ളിയുടെ എന്താ പറയുക ഒത്തിരി ദുഃഖങ്ങളും ആദ്യകാലങ്ങളിൽ അനുഭവിച്ചിട്ടുള്ള യാതനകളും എല്ലാം ആ അനുഭവത്തിൽ നിന്ന് പറയുന്നതുകൊണ്ട് നല്ലൊരു റിയാലിറ്റിയാണ്. അങ്ങനെ ഒറ്റ യൂട്യൂബേഴ്സിനും എൻ്റെ അറിവിൽ അത്രയും ഫ്രാങ്കായിട്ട് കാര്യങ്ങൾ പറയുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പുള്ളിയുടെ അനുഭവത്തിൽ നിന്ന്, പുള്ളിക്കാരുടെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്കത് പറയാനുള്ള ഒരു കപ്പാസിറ്റിയും കൊടുക്കും. കാരണം അനുഭവത്തിൽ നിന്ന് പറയുമ്പോൾ അത്ര സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഞാനും ചിലപ്പോൾ ആ ഒരു ആളെ ശരിക്കും ഞാൻ ആരാധിക്കുന്നുണ്ട്. കാരണം അത്രയും തുറന്ന ഒരു പുസ്തകം പോലെ ഉള്ള കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെ ഒരു യൂട്യൂബറും പറയത്തില്ല തൻ്റെ ചെറുപ്പനാളിലുള്ള കൊച്ചു കൊച്ചു കള്ളങ്ങളും കുസൃതികളും പ്രേമങ്ങളും ഒക്കെ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു യൂട്യൂബറിൽ കാണുന്നത്. ഞാൻ കുറേ കാലമായിട്ട് കാണുന്നുണ്ട്. ഞാൻ കിടക്കുന്നതിന് മുമ്പൊന്ന് കാണും കേട്ടോ. കണ്ട് കുറച്ച് ചിരിച്ചിട്ടൊക്കെ പോകുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുന്ന സിംഗിൾ ബോബിൻ്റെ വീഡിയോസിൽ അത്രയും കോമഡിയൊന്നുമില്ല, അത്രയും പഴയ കാര്യങ്ങളൊന്നും അധികം പറയുന്നില്ല. എങ്കിലും നമുക്ക് ആ നേരത്തെ തന്നെ കേട്ടുകൊണ്ടിരുന്നത് കൊണ്ട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ആ ഒരു റിയാലിറ്റി മൊത്തം ഓപ്പൺ ചെയ്യുന്ന അങ്ങനെ ഒറ്റ യൂട്യൂബേഴ്സും അങ്ങനെ ഓപ്പണായിട്ട് പറയത്തില്ല. അവരുടെ കാര്യങ്ങളൊക്കെ കൊച്ചിലെ നടന്നിട്ടുള്ള ദാരിദ്ര്യത്തെക്കുറിച്ചും അവരുടെ ആ സമയത്തെ കൊച്ചു കൊച്ചു കള്ളങ്ങളൊന്നും ആരും അങ്ങനെ ഓപ്പണായിട്ട് പറയത്തില്ല. ഈവൻ ഞാൻ പോലും പറയത്തില്ല. അതൊരു എന്താ പറയുക, അതൊരു ഓപ്പൺനെസ്സാണ്. എല്ലാം തുറന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം. അങ്ങനെയുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു യൂട്യൂബറാണ്. നിങ്ങളെല്ലാവരും കാണണം കേട്ടോ. ഒത്തിരി പേര് കാണുന്നുണ്ട്. എനിക്ക് ചിലപ്പോൾ ചില സമയത്ത് എനിക്ക് ഇച്ചിരി കുശുമ്പം വരാറുണ്ട്. കാരണം ഒരു 3-4 മിനിറ്റിനുള്ളിൽ 3-4K ആണ് വരുന്നത്. അപ്പോൾ അതെല്ലാവരും നോക്കിയിരിക്കുക. ഞാനും അതെ, എനിക്കിഷ്ടമാണ്. ഞാൻ ചിലതിലൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്, ചില വീഡിയോസിൽ മാത്രം. ഞാനും അങ്ങനെ അധികം കമൻറ്റ് ഇടുന്ന ഒരാളല്ല. പിന്നെ ടൈമും ഇല്ല. എങ്കിലും കിടക്കുന്നതിന് മുമ്പായിട്ട് ഞാനിന്ന് കാണും. അപ്പം ചേട്ടൻ പറയും, ഹസ്ബൻഡ് അജിമാൻ പറയും, ഓ തുടങ്ങിയിട്ടുണ്ട് സിംഗിൾ ബോബൻ. അതെല്ലാവരും ഒന്ന് കാണാത്തവർ കേട്ടോ. ഒത്തിരി പേര് കാണുന്നുണ്ട്. ഇനി എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം. അത് പഴയ വീഡിയോസൊക്കെ കാണണം. അപ്പോൾ ഒത്തിരി കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിരിക്കാനുള്ള വക ഒത്തിരി ഉണ്ട്, തന്നെ ചിന്തിക്കാനുള്ള വകയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. കാരണം അത്രയും എന്താ പറയുക, ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഞാൻ ചിന്തിക്കുന്ന കുറേ ചിന്താതികൾ പുള്ളി പറയുന്നുണ്ട്. പക്ഷെ അത്രയും ഈസി ആയിട്ട് എനിക്ക് കൺവേ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും ആ രീതിക്ക് സംസാരിക്കാൻ തുടങ്ങിയാലും നടക്കത്തില്ല. അത് ഓരോരുത്തരും ജെന്യുവിൻ ക്യാരക്ടറല്ലേ, ജെന്യുവിൻ ആ വേ ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ എൻ്റെ രീതിക്കായിരിക്കും. പക്ഷേ സിംഗിൾ ബോബൻ പറയുന്നത് സൂപ്പറാണ് കേട്ടോ. അത് എല്ലാവരും ഒന്ന് മിസ്സാക്കാതെ ആദ്യം തൊട്ടുള്ള വീഡിയോസൊക്കെ കാണണം. ഇപ്പോൾ ഉള്ള വീഡിയോസൊക്കെ നല്ലത് തന്നെയാണ്. ഓരോന്നിനും ഓരോ പ്രത്യേകതകൾ. ഒത്തിരി പേര് അതിന് കമൻറ്റൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം. ഓക്കെ, താങ്ക് യു.